വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഷാരോൺ കൊലക്കേസ് പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കോടതി വിധിച്ചിരിക്കുകയാണ്. IPC 364, 302, 201, 328 എന്നീ വകുപ്പ് പ്രകാരമാണ് ഈ പ്രതിക്ക് ശിക്ഷ നൽകിയിരിക്കുന്നത്. കൊലപാതകം, പ്രേരണ, തെളിവ് നശിപ്പിക്കൽ ഇങ്ങനെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അമ്മാവന് 5 വർഷത്തെ കഠിന തടവ്. അദ്ദേഹമാണ് തെളിവുകളൊക്കെ നശിപ്പിച്ചത്. എന്നാൽ ഒരാൾ രക്ഷപ്പെട്ടു, ഗ്രീഷ്മയുടെ അമ്മ അറിയാതെ ഈ കൊലപാതകം നടക്കുകയില്ല. അമ്മ ഇതിൽ പങ്കാളിയാണ്. അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നതെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതറിയാം. പക്ഷേ തെളിവുകളില്ലാത്തതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു, അവരെ വെറുതെ വിട്ടു. എന്നാൽ അവർക്കെതിരെ ഇനി കോടതിയെ സമീപിക്കും എന്നാണ് വാദികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോടതിയുടെ ഈ വിധി സുപ്രധാന വിധിയായിരുന്നു എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. കാര്യം, ഈ പെൺകുട്ടിക്ക് 20 23 വയസ്സ് പ്രായമേ ഉള്ളൂ. പക്ഷേ ഈ കൊലപാതകം നടത്തുവാനുള്ള ബുദ്ധി അതിഭയങ്കരമായിരുന്നു. ഈ ചെറിയ പ്രായത്തിൽ ഇത്രമേൽ ബുദ്ധി കൊലപാതകത്തിനു വേണ്ടി ഉപയോഗിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊലപാതകമായിരുന്നു. ഷാരോൺ എന്ന കാമുകനെ ഇഞ്ചിഞ്ചായിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. അത് നടത്തിയിരിക്കുന്നു. കോടതിക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇങ്ങനൊരു കൊലപാതകം സത്യത്തിൽ നമുക്ക് കേട്ടുകേഴ്വി പോലുമില്ല. അങ്ങനെയാണ് ഈ കൊലപാതകം ഈ പെൺകുട്ടി നടത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു? ഒരു പട്ടാളക്കാരനെ വിവാഹം കഴിക്കാൻ വേണ്ടിയായിരുന്നു ഈ കാമുകനെ കൊലപ്പെടുത്തിയത്. 4 മാസം കൊണ്ടാണ് അവർ ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത്. അതായത് ഗൂഗിളിൽ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി ആ വിഷം കണ്ടുപിടിക്കുകയും അതെങ്ങനെ കൊടുക്കണം, എങ്ങനെ കൊടുത്താൽ പ്രതി മരിക്കും, ഉടനടി മരിക്കാൻ പാടില്ല, ഇഞ്ചിഞ്ചായിട്ട് മരിക്കണം, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷ വളരെ 100% അംഗീകരിക്കുന്നു. കോടതിയുടെ വിധി സ്വാഗതാർഹമാണ്. അത് സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഈ വിധി കേട്ടിട്ടും ഗ്രീഷ്മയ്ക്ക് യാതൊരു കൂസലുമില്ല. അവർ ജാമ്യത്തിലിറങ്ങി വളരെ സന്തോഷവതിയായിട്ട് അവർ നടക്കുകയായിരുന്നു. ഈ സ്ത്രീക്ക് അവർ ചിന്തിച്ചത്, കൂടി വന്നാൽ ഒരു 10 വർഷത്തെ ശിക്ഷ, അതിനപ്പുറം അങ്ങോട്ട് പോകത്തില്ല. 10 വർഷമായാലും എനിക്കൊരു 35 വർഷത്തിന് മുമ്പേ ശിക്ഷ കഴിഞ്ഞ് കോടതിയിൽ നിന്ന് വെളിയിലിറങ്ങാം, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് വെളിയിലിറങ്ങാം എന്നൊരു ധാരണ വെച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി നടക്കുകയായിരുന്നു ഗ്രീഷ്മ. വിധി വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഇനി തൂക്കുകയറാണ്. അത് ഏതു സമയവും അവരെ തൂക്കിക്കൊല്ലാം. അതാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും വെളിയിലിറങ്ങാൻ അവർക്ക് സാധിക്കുകയില്ല. മരണം വരെയാണ് ജയിലിൽ കിടക്കേണ്ടത്. എന്ന് തൂക്കുന്നോ അന്ന് വരെ അവർ ജയിലിൽ കിടക്കണം. ഇനി അവർക്ക് ജാമ്യമില്ല. എന്തിനാണ് ഈ കുറ്റം ചെയ്തത്?
എന്തിനാണ് ഇത്ര ഭയങ്കരമായ ഒരു കൊലപാതകം ഈ പെൺകുട്ടി നടത്തിയത്? നിസ്സാര കാര്യമായിരുന്നു. വേണ്ടെങ്കിൽ ആ പുരുഷനെ ഉപേക്ഷിക്കാമായിരുന്നു. പല വഴികളുണ്ടായിരുന്നു. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊലപ്പെടുത്തുക എന്നത് പറയുന്നത് അത് അംഗീകരിക്കാൻ കഴിയത്തില്ല. അപ്പം ആ സ്ത്രീയുടെ ബുദ്ധി ഭയങ്കരമായിരുന്നു എന്നാണ് കോടതി കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോടതി പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ്, നിസ്സാര കേസല്ലത്. ഇങ്ങനെ ഒരു കേസ് ഇതുവരെ ഇവിടെ നടന്നിട്ടില്ല, ഒരിടത്തും നടന്നിട്ടില്ല. അതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ അർഹിക്കുന്ന ശിക്ഷ തന്നെ അവർക്ക് കിട്ടി. ഇതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ. ഇത് അതുപോലെ തന്നെയാണ് അമ്മാവൻ ഈ ഗൂഢാലോചനയിൽ തെളിവ് നശിപ്പിക്കുന്നതിലുമൊക്കെ അദ്ദേഹം പങ്ക് ചേർന്നിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കഠിന തടവ് 5 വർഷത്തെ കിട്ടിയിരിക്കുകയാണ്. ഈ തൂക്കേർ മാത്രമല്ല, ഒരു 5 വർഷത്തെ ശിക്ഷയും കൂടെ കോടതി വിധിച്ചിരിക്കുകയാണ് ഗ്രീഷ്മയ്ക്ക്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് അതിനാണ് 5 വർഷം കൂടെ കോടതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വിധി സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ വാദിയുടെ അമ്മ, മാതാവ് അവർ പറയുന്നത് സുപ്രധാനമായൊരു വിധിയായിരുന്നു, അവർക്ക് കിട്ടേണ്ട വിധിയായിരുന്നു കിട്ടിയത്. അപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, അവരുടെയൊക്കെ നിർണായകമായ തെളിവ് ശേഖരണവും, അവരിതിൻ്റെ പിന്നിൽ രാപകലില്ലാതെ അന്വേഷണം നടത്തുകയും ശരിയായ ദിശയിൽ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയും തെളിവുകളെല്ലാം ഹാജരാക്കിക്കൊണ്ടാണ് കോടതിയിൽ ഈ കോടതിയിൽ ഇത് സമർപ്പിച്ചത്. അതും കൂടെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പം പോലീസ് വകുപ്പിൽ നിന്നാണ് നിർണായകമായ ഈ കേസിൻ്റെ ആ വിധിയിലേക്ക് പോയത്. സകല തെളിവുകളും പോലീസ് കോടതിയിൽ ഹാജരാക്കിയതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനൊരു തെളിവ്, ഇങ്ങനൊരു ശിക്ഷ ഗ്രീഷ്മയ്ക്ക് കിട്ടിയത്. അപ്പം കോടതിയുടെ വിധി വളരെ സന്തോഷകരമായൊരു വിധിയാണ്. ഇനിയും ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്യാൻ പാടില്ല. പല മാർഗങ്ങളുണ്ടായിരുന്നു. കൊലപാതകത്തിന് പകരം പല മാർഗങ്ങൾ ഈ പെൺകുട്ടിക്കുണ്ടായിരുന്നു. അതിലേക്ക് ഒന്നും പോകാതെ കൊലപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ അത് തീർന്നല്ലോ. അപ്പം ഇതൊരു അല്പബുദ്ധിയാണ്, വലിയ ബുദ്ധിയല്ലോ അല്പബുദ്ധിയാണ് ഈ പെൺകുട്ടി കാണിച്ചത്. ജ്യൂസിനകത്ത് വിഷം കൊടുത്ത് കുറേശ്ശെ കൊല്ലുക എന്നൊരു ലക്ഷ്യമായിരുന്നു ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ സംഭവിച്ചു. എന്നിട്ടും മരിച്ച പ്രതിക്ക്, മരിച്ച ആ ചെറുപ്പക്കാരന് ഗ്രീഷ്മയെക്കുറിച്ച് മോശമായ ഒരു അഭിപ്രായങ്ങളും ഇല്ലായിരുന്നു. വിഷമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് വാങ്ങിക്കഴിച്ചു. പലപ്പോഴും അത് കഴിക്കുമ്പോഴൊക്കെ അവർ ഛർദ്ദിക്കുമായിരുന്നു. അപ്പോഴും ആ ചെറുപ്പക്കാരൻ അറിയായിരുന്നു ഇത് വിഷമാണ്. എന്നിട്ടും ഒരു പരാതിയുമില്ലായിരുന്നു. സന്തോഷത്തോടെ ആ വിഷം വാങ്ങിക്കഴിക്കുകയായിരുന്നു ചെയ്തത്. മരിക്കുന്ന സമയം വരെയും ഗ്രീഷ്മയ്ക്കെതിരെ ആ ചെറുപ്പക്കാരൻ സംസാരിച്ചിട്ടില്ല. കാര്യം അത്രയ്ക്കും ഗ്രീഷ്മയോട് സ്നേഹമുണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ഒരു കംപ്ലൈൻറ്റ് ചെയ്യാഞ്ഞതും ചെയ്യിക്കാതിരുന്നതും സ്വയം മരണം ഏറ്റുവാങ്ങിയത്. കോടതി എവിടെയാണ് കണ്ടത്? പരാതിയില്ലായിരുന്നു.
വിഷം വാങ്ങിക്കഴിക്കുമ്പോഴും പരാതിയില്ലായിരുന്നു. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയായിരുന്നു ആ ചെറുപ്പക്കാരൻ. അപ്പോൾ കോടതിയുടെ നിർണായകമായ വിധി എല്ലാ ജനങ്ങളും സ്വാഗതം ചെയ്യുന്നു. ബൈ.